Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്റ്റാക്ക് ഓപ്പറേഷൻ പോപ്പ് ഓപ്പറേഷൻ ആണ്. സ്റ്റാക്ക് ഓപ്പറേഷന്റെ സെക്കൻഡ് ഓപ്പറേഷൻ പോപ്പ് ആണ്. ഇതിന്റെ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് നമ്മൾ എന്താണ് സ്റ്റാക്ക്, അതിനകത്ത് പുഷ് ഓപ്പറേഷനും എക്സ്പ്ലെയിൻ ചെയ്തു. ഈ വീഡിയോയ്ക്കകത്ത് പോപ്പ് ഓപ്പറേഷൻസ് നെക്സ്റ്റ് ഓപ്പറേഷൻ ആയ പോപ്പ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഒരു സ്റ്റാക്കിന്റെ പോപ്പ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്? പോപ്പ്, വാട്ട്സ് മീൻ ബൈ പോപ്പ്? It's an operation. It is used to delete one element from the stack. Stack in one element delete ചെയ്യാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുക? പോപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ അകത്ത് പോപ്പ് എന്ന് പറയും. പോപ്പിന്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? പോപ്പിന്റെ അകത്ത് പോപ്പ് എന്ന് പറഞ്ഞെങ്കിൽ ഡിലീറ്റ് വൺ എലിമെന്റ് ഫ്രം ദ സ്റ്റാക്ക് ആണ്. അപ്പൊ എപ്പോഴാണ് ഈ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റില്ലാത്തത്? ദ സ്റ്റാക്ക് ഈസ് എംപ്റ്റി അല്ലെ? സ്റ്റാക്ക് എംപ്റ്റി ആകുന്ന കേസിൽ പോപ്പ് ഓപ്പറേഷൻ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ ചെക്കിംഗ് ദ സ്റ്റാക്ക് എംപ്റ്റി? ടോപ്പ് ഈസ് ഈക്വൽ ടു -1. വെൻ ടോപ്പ് ഈസ് ഈക്വൽ ടു -1 then the stack is empty. Okay, stack empty ആകുന്ന കണ്ടീഷൻ ആണ് പോപ്പ് ഈസ് ഈക്വൽ ടു -1. നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഒരു എലിമെന്റിനെ ഡിലീറ്റ് ആക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് എന്ത് ചെയ്യണം? സ്റ്റാക്കിന്റെ അകത്ത് എലിമെന്റ് ഉണ്ടോ എന്ന് നോക്കണം. സ്റ്റാക്ക് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ എലിമെന്റ് ഒന്നും ഇല്ല. therefore the stack is underflow. അണ്ടർഫ്ലോ ആണ്, എലിമെന്റ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം എലിമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നോക്കുക. സ്റ്റാക്ക് കണ്ടെയ്നിങ് 4 എലിമെന്റ്സ്. സ്റ്റാക്കിനകത്ത് 4 എലിമെന്റ്സ് ഉണ്ട്. The top point to the last inserted item. Okay, top എവിടെ പോയിന്റ് ചെയ്യുന്നത്? 6 ആണ് ലാസ്റ്റ് ഇൻസേർട്ടഡ് ഐറ്റം. അവിടെ ആയിരിക്കും ഇവിടെ ടോപ്പ് പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എലിമെന്റിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. എങ്ങനെയാണ് എലിമെന്റിനെ ഡിലീറ്റ് ചെയ്യുന്നത്? എലിമെന്റിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ആദ്യം ഈ ഐറ്റത്തിന് എടുക്കുക. ഐറ്റത്തിന് എടുത്താലല്ലേ ഏതാണ് അവിടെ കിടന്ന ഐറ്റം നമുക്ക് പിന്നീട് പ്രിന്റ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ നിന്ന് ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് എ ആണ് ഇതിന്റെ സ്റ്റാക്ക് നെയിം എന്നുണ്ടെങ്കിൽ എ ഓഫ് ടോപ്പിൽ കിടക്കുന്നതായിരിക്കും 6. ഓക്കെ, എ ഓഫ് ടോപ്പിൽ കിടക്കുന്നതിന് എന്ത് ചെയ്യാം? ഒരു വേരിയബിളിന്റെ അകത്ത് സ്റ്റോർ ചെയ്യാം. ദെൻ ടോപ്പ് ഈസ് ഡിക്രിമെന്റഡ്. ടോപ്പ് ഡിക്രിമെന്റ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എലിമെന്റ് അങ്ങ് പോകും. ഓക്കെ, ടോപ്പ് ഡിക്രിമെന്റ് ചെയ്യാം. ടോപ്പ് ഡിക്രിമെന്റ് ആക്കിയാൽ അവിടുന്ന് ആ എലിമെന്റ് പോകും. ഇനി ഇവിടുന്ന് ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ നോക്കുക. ഇവിടെ കിടക്കുന്ന ഐറ്റം, ടോപ്പിൽ കിടക്കുന്ന എലിമെന്റ് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുക? ടോപ്പ് ഡിക്രിമെന്റ് ചെയ്യാം. ടോപ്പ് ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എലിമെന്റ് അങ്ങ് പോകും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഈ ഒരു ലൊക്കേഷനിൽ കിടന്ന് ടോപ്പ് പോയിന്റ് ചെയ്യുന്നിടത്തെ എലിമെന്റ് നമ്മൾ എടുത്തിട്ട് ടോപ്പ് ഡിക്രിമെന്റ് ചെയ്യാം. നെക്സ്റ്റ് അടുത്തതാണെങ്കിലോ, ഇവിടെ കിടക്കുന്ന എലിമെന്റ് നമ്മൾ എടുത്തു, ടോപ്പ് പോയിന്റ് ചെയ്യുന്ന എലിമെന്റ് നമ്മൾ എടുത്തിട്ട് ടോപ്പ് ഡിക്രിമെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എലിമെന്റ് പോയി. ഇവിടെ ഇപ്പൊ ടോപ്പിന്റെ പൊസിഷൻ എന്താണ്? -1. അപ്പൊ ഇവിടെ എലിമെന്റ് ഉണ്ടോ? സ്റ്റാക്കിനകത്ത് there is no element. Therefore the deletion is not possible. Next algorithm. First start. Second. എന്താണ് നമ്മള് സെക്കൻഡ് എന്താ എഴുതണ്ടേ? നമ്മൾ സ്റ്റാക്ക് എംപ്റ്റി ആണോ നോക്കുക. എംപ്റ്റി ആണെങ്കിൽ നമുക്ക് എന്താണ്? നമ്മുടെ ഡിലീഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, അപ്പൊ എങ്ങനെ സ്റ്റാക്ക് എംപ്റ്റി ആണോ നോക്കുന്നത്? ഇഫ് top equal to -1 then stack is empty. As 1, then go to step 3, otherwise go to step 4. Okay, നമ്മൾ എന്ത് ചെയ്യാം? if top is equal to -1, top -1 ആണെങ്കിൽ go to step 3. step 3 ലേക്ക് പോവാം. അല്ലെങ്കിലോ അതർവൈസ് ഗോ ടു സ്റ്റെപ്പ് 4, അല്ലെങ്കിൽ സ്റ്റെപ്പ് 4 ലേക്ക് പോവാം. സ്റ്റെപ്പ് 3 എന്താ ചെയ്യുന്നത്? -1 ആണെങ്കിൽ എന്താണ്? സ്റ്റാക്ക് ഈസ് എംപ്റ്റി. ഓക്കെ, പ്രിന്റ്
stack is empty. Stack empty. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഓക്കെ, 4 സ്റ്റെപ്പിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വേരിയബിൾ ഐറ്റം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ആണെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാം? എ ഓഫ് ടോപ്പിനെ എടുക്കുക. അപ്പം എന്ത് ചെയ്യും? എ ഓഫ് ടോപ്പ്, എ ഓഫ് ടോപ്പ് ഇസ് ഈക്വൽ, ഐറ്റം ഇസ് ഈക്വൽ ടു എ ഓഫ് ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ 3, 4 ആവുള്ളെങ്കിൽ ഇവിടാണ് ടോപ്പ് പോയിന്റ് ചെയ്യുന്നത്. ഐറ്റം എന്ന് പറയുമ്പം ഐറ്റത്തിന്റെ അകത്തേക്ക് എ ഓഫ് ടോപ്പ് എന്ന് പറയുമ്പം ഇതാണ് എ ഓഫ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ കിടക്കുന്ന എലിമെന്റിനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഐറ്റം ഓഫ് ടോപ്പ്, സോറി, എ ഓഫ് ടോപ്പ്. എ ഓഫ് ടോപ്പ് എന്ന് പറയുമ്പം എ ഓഫ് ടോപ്പിന്റെ അത് ഇപ്പൊ എലിമെന്റ് ഏതാണ്? 4 ആണ്. ആ 4 എന്നുള്ള വാല്യൂ ഏതിന് കൊടുക്കും? ഐറ്റത്തിലേക്ക് കൊടുക്കും. മനസ്സിലായോ? 4 എന്ന് പറഞ്ഞ വാല്യൂ ആർക്ക് കൊടുക്കും? ഐറ്റത്തിലേക്ക് കൊടുക്കും. ഇനി തിരിച്ചാണെങ്കിലോ, എ ഓഫ് ടോപ്പ് ഇസ് ഈക്വൽ ടു ഐറ്റം ആണെങ്കിൽ ഐറ്റത്തിന് ഒരു വാല്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഐറ്റത്തിന്റെ വാല്യൂ 10 ആണെങ്കിൽ ആ 10 എന്നുള്ള വാല്യൂ എ ഓഫ് ടോപ്പിലേക്ക് കൊടുക്കും. അപ്പൊ 10 എന്നുള്ള വാല്യൂ ഇപ്പൊ എ ഓഫ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ ആണ്, അതിലേക്ക് എന്ത് ചെയ്യും? 10 എന്നുള്ള വാല്യൂനെ കൊടുക്കും. ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്, സാധാരണ എല്ലാവർക്കും തിരിഞ്ഞു പോകുന്നതാണ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അതായത് അസൈൻ ചെയ്യുവാണ് വാല്യൂ. ഈ ലെഫ്റ്റ് സൈഡിനുള്ളതിന് വാല്യൂ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഐറ്റം ഇസ് ഈക്വൽ ടു എ ഓഫ് ടോപ്പ് എന്ന് പറയുമ്പോൾ ഐറ്റത്തിന്റെ അകത്ത് ഇപ്പൊ എ ഓഫ് ടോപ്പ്, ടോപ്പ് എവിടാണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ എലിമെന്റ് എടുക്കും. അത് ആർക്ക് കൊടുക്കും? ഐറ്റം. ഐറ്റത്തിന്റെ അകത്ത് ആ എലിമെന്റ് ഉണ്ട്. ഇനി എന്ത് ചെയ്യാം? ടോപ്പിനെ നമ്മൾ ഡിക്രിമെന്റ് ചെയ്യാം. ടോപ്പ് മൈനസ് മൈനസ്, ടോപ്പിനെ നമ്മൾ ഡിക്രിമെന്റ് ചെയ്തു. ഇനി ടോപ്പ് ഒന്ന് എന്തായി? ഡിക്രിമെന്റ് ആയി. ഡിക്രിമെന്റ് ആയി കഴിഞ്ഞാൽ എന്താണ്? അവിടുന്ന് എലിമെന്റ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആ ഡിലീറ്റർ എലിമെന്റിനെ വേണേൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഓക്കെ, പ്രിന്റ് print deleted element item. Item എന്ന് പറഞ്ഞിട്ടുള്ള ഡിലീറ്റഡ് എലിമെന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്രിന്റ് ചെയ്യുക. 7 stop. ഓക്കെ, ഡിലീറ്റഡ് ഐറ്റം, ഡിലീറ്റഡ് എലിമെന്റ് എന്ന് പറയുന്നത് ഈ ഐറ്റം ആണ്. ആ ഐറ്റത്തിന് എന്ത് ചെയ്യുക? ഇവിടെ പ്രിന്റ് ചെയ്യുക. പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയി. This is the pop operation. If top is equal to -1, top -1 ആണെങ്കിൽ എന്താണ്? Stack is empty. Printer stack is empty. Okay, ആദ്യം നമ്മൾ പോപ്പ് ഫംഗ്ഷൻ ആയിട്ട് എഴുതി. If top is equal to -1, ടോപ്പിന്റെ വാല്യൂ -1 ആണെങ്കിൽ എന്താണ്? പ്രിന്റ് ഓഫ് സ്റ്റാക്ക് ഈസ് എംപ്റ്റി. സ്റ്റാക്ക് എന്താണ്? എംപ്റ്റി ആണ്. അല്ല എന്നുണ്ടെങ്കിലോ, എംപ്റ്റി അല്ലെങ്കിൽ നമുക്ക് അവിടെ കിടക്കുന്ന എലിമെന്റ് എടുക്കുക. ഐറ്റം ഇസ് ഈക്വൽ ടു എ ഓഫ് ടോപ്പ്. ഐറ്റം ഇസ് ഈക്വൽ ടു എ ഓഫ് ടോപ്പ് എടുത്തു. ടോപ്പിനെ എന്ത് ചെയ്യാം? ഡിക്രിമെന്റ് ചെയ്യാം. അവിടെ കിടക്കുന്ന ടോപ്പിന്റെ അകത്ത് കിടക്കുന്ന എലിമെന്റിനെ എടുത്ത് ഐറ്റത്തിനകത്ത് കൊണ്ടുവച്ചു. ടോപ്പ് ഡിക്രിമെന്റ് ചെയ്യുമ്പോൾ ആ എലിമെന്റ് പോയി. ഇനി ഡിലീറ്റർ എലിമെന്റ് നമുക്ക് വേണേൽ പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഫംഗ്ഷനും ക്ലോസ് ചെയ്യാം. ഓക്കെ, ഐറ്റം ഇസ് ഈക്വൽ ടു എ ഓഫ് ടോപ്പ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ കിടക്കുന്ന ടോപ്പിൽ കിടക്കുന്ന എലിമെന്റിനെ എടുത്തിട്ട് ടോപ്പ് ഡിക്രിമെന്റ് ചെയ്തു. അപ്പൊ എലിമെന്റ് അവിടെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അഗെയിൻ എന്ത് ചെയ്യാം? ഇവിടെ കിടക്കുന്ന ഈ ഐറ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യിപ്പിക്കുക. അത് നമുക്ക് കാണാൻ ഏതാണ് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റം എന്ന് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ആ ഐറ്റത്തിനെ പ്രിന്റ് ചെയ്യിക്കുക. ദെൻ എൽസ് ക്ലോസ് ചെയ്തു, ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സ്റ്റാക്കിന്റെ അകത്ത് എലിമെന്റിനെ, ഫുൾ എലിമെന്റിനെ നമുക്ക് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടിയാണ് നമ്മൾ ഡിസ്പ്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിസ്പ്ലേ ഈസ് യൂസ്ഡ് ടു പ്രിന്റ് എലിമെന്റ്സ് ഇൻ ദ സ്റ്റാക്ക്. സ്റ്റാക്കിന്റെ അകത്ത് എലിമെന്റ്സിനെ ഡിസ്പ്ലേ ചെയ്യുക, പ്രിന്റ് ചെയ്യിക്കാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്?
ഇങ്ങനെയാണ് പ്രിന്റ് ചെയ്യിപ്പിക്കുന്നത്. ഫോർ I is equal to top. Iയുടെ വാല്യൂ ടോപ്പ് ആയിട്ട് സെറ്റ് ചെയ്യുക. I greater than -1. Iയുടെ വാല്യൂ എവിടെ വരെ പോവാം? -1 ഗ്രേറ്റർ ആയിരിക്കണം Iയുടെ വാല്യൂ. ഓക്കെ, I മൈനസ് എന്ന് പറയുമ്പോൾ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രിന്റ് പെർസെന്റേജ് d സ്ലാഷ് t വേണേ കൊടുക്കാം. സ്ലാഷ് എന്നാണ് അടുത്ത ലൈനിൽ കൊടുക്കുക. വരും സ്ലാഷ് t ആണ്. നമുക്ക് ഒരു ടാബ് സ്പേസിൽ കിട്ടും. A of I. നോക്കി ഇത് എങ്ങനെ പ്രിന്റ് ചെയ്യുന്നതാണ്. ഫോർ I is equal to top. ഐയുടെ വാല്യൂ എന്താണ്? ടോപ്പ് ഇപ്പൊ എവിടെ പോയിന്റ് ചെയ്യുന്നത്? 3. അപ്പൊ ടോപ്പിന്റെ വാല്യൂ ഇവിടെ 3 ആണ്. ഓക്കെ, ഇവിടെ നോക്കി I greater than -1. ഐയുടെ വാല്യൂ 3 greater than -1 ആണോ നോക്കൂ. Yes ആണെങ്കിൽ ഇത് ഇങ്ങോട്ട് വരും. പ്രിന്റ് പെർസെന്റേജ് d A of I. A of I എന്ന് പറയുമ്പോൾ ഐയുടെ വാല്യൂ 3. അപ്പൊ A of 3 is 8 എന്ന് പ്രിന്റ് ചെയ്യും. 8 എന്ന് പ്രിന്റ് ചെയ്തിട്ട് അടുത്ത ഒരു ടാബ് സ്പേസിലാണ് അടുത്ത പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ടാബ് സ്പേസ് വരും. ദെൻ ഐയുടെ വാല്യൂ ഡിക്രിമെന്റ് ആയി. ഐയുടെ വാല്യൂ ഇപ്പൊ 3 ആയിരുന്നു, അതെന്തായി 2 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. 2 greater than -1 is true ആണ്. ട്രൂ ആണെങ്കിൽ പ്രിന്റ് A of 2. A of 2 is 6. 6നെ ഇവിടെ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്തിട്ട് ഒരു ടാബ് സ്പേസ് വരും. ഓക്കെ, അഗെയിൻ ഐയുടെ വാല്യൂ ഡിക്രിമെന്റ് ആവും. 2 ആയിരുന്നു, അത് 1 ആയി. 1 greater than -1 ആണോ നോക്കും. yes ആണെങ്കിൽ ഇവിടെ വരും പ്രിന്റ് f. പ്രിന്റ് എഫിനകത്ത് എന്താ കൊടുക്കുന്നത്? പെർസെന്റേജ് d A of I എന്നാ പറഞ്ഞത്. A of I എന്ന് പറയുമ്പോൾ A of 1. A of 1 is 2 പ്രിന്റ് ചെയ്തു. അതിന്റെ അടുത്ത ഒരു ടാബ് സ്പേസ് വരും. ഓക്കെ, ഐയുടെ വാല്യൂ അഗെയിൻ ഡിക്രിമെന്റ് ചെയ്തു. 1 ആയിരുന്നു ഐയുടെ വാല്യൂ, അത് 0 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്തു. 0 greater than -1. കണ്ടീഷൻ is true. ഇവിടെ വരും പ്രിന്റ് പെർസെന്റേജ് d A of 0. A of 0 is 1. 1നെ പ്രിന്റ് ചെയ്തു. പിന്നെ ഒരു ടാബ് സ്പേസ് വന്നു. ഐയുടെ വാല്യൂ ഡിക്രിമെന്റ് ആയി. -1 ആയി. കണ്ടീഷൻ ചെക്ക് ചെയ്യും. -1 greater than -1. ഇറ്റ് ഈസ് ഫോൾസ്. അപ്പം ഈ ലൂപ്പിൽ നിന്ന് ഇത് വെളി വരും. അപ്പൊ നമുക്ക് റിസൾട്ട് എന്ത് വരും? 8 6 2 1 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ അരേ സ്റ്റാക്കിന്റെ അകത്തെ എലിമെന്റ്സിനെ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നത്. അപ്പൊ എങ്ങനെ? ഫോർ I equal to top. I greater than -1 I plus print percentage d A of I. ഓക്കെ, നമ്മൾ ഈ വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത് പോപ്പ് ഓപ്പറേഷനും പിന്നെ എങ്ങനെയാണ് അതിന്റെ എലിമെന്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നുള്ളതാണ് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ അപ്ഡേറ്റ്സുകൾ അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.